കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലഘട്ടത്ത് പുതുതലമുറ നമ്മൾ നോക്കിയാൽ ഒരു 100-ൽ ഒരു 20% മാത്രമാണ് അവരുടേതായ കഴിവുകളിൽ അല്ലെങ്കിൽ അവരുടേതായ മേഖലകളിൽ അവര് കഴിവ് കാണിക്കുന്നത്. പക്ഷെ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ കഴിവില്ലാത്തവരായി, അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട്. ഇതിന് ഒരു നല്ല കാര്യവും മോശം വശങ്ങളും ഉണ്ട്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ റീല് കണ്ടും ഗെയിം കളിച്ചിട്ടും ഇതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ സമയം പോക്കിനാണ് ചെലവിടുന്നത്. പക്ഷെ ഈ സമയം എന്ന വാല്യൂബിളായ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം നമ്മൾ അനാവശ്യമായിട്ട് കളയുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ ബ്രെയിന് ഡോപ്പമീൻ പുറപ്പെടുവിക്കും. ഈ ഡോപ്പമീനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഓരോരോ നമുക്കിപ്പോ റീല് നോക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു റീല് കഴിഞ്ഞ് മറ്റൊരു റീലിലേക്ക് പോകുമ്പോൾ ഡോപ്പമിൻ നമ്മുടെ ബ്രെയിന് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ കുറെ നേരം ഇങ്ങനെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മളെ ബ്രെയിന് ഓട്ടോമാറ്റിക്കലി അതിന് അഡിക്ഷൻ ആവും. പിന്നെ അതില്ലാതെ പറ്റാത്തയാവും. പിന്നെ അതിനോട് വല്ലാതെ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനോടുള്ള ഒരു അട്രാക്ഷൻ ഫീൽ നമുക്ക് ചെയ്യും. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ തന്നെ വിചാരിക്കണം. പലപ്പോഴും നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നമ്മളൊരു പുതിയ കാര്യം, പുതിയ അറിവ് അല്ലെങ്കിൽ പുതിയ സാഹചര്യത്തിലോട്ട്, കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു പോവാണെന്ന് വിചാരിക്കുക. നമ്മളെ മനസ്സ് നമ്മുടെ ബ്രെയിനിലോട്ട് മെസ്സേജ് ചെയ്യും, നമുക്ക് അത് ഒരു വലിയ ടാസ്ക്കാണ്, ഇനിയിപ്പോൾ ഊർജം ഉൽപ്പാദിക്കേണ്ടി വരും. അങ്ങനെ പൊതുവെ അങ്ങനെ ഒരു മടിയന്മാരാക്കും. പക്ഷെ നമ്മൾ അതിനൊക്കെ അവിടെ നിന്നൊക്കെ ഉയർന്നേൽക്കണം. നമ്മളെ മനസ്സിനെ തന്നെ നമ്മൾ തോൽപ്പിക്കുന്നവരാകണം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ജിമ്മിന് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ദിവസം പോകും, രണ്ടാമത്തെ ദിവസം പോകും. അപ്പോൾ മൂന്നാം ദിവസം രാവിലെ എണീറ്റിട്ട് പോകുമ്പോൾ മനസ്സ് നമ്മളോട് തന്നെ പറയും ഇന്ന് പോകുന്ന വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ അലസിപ്പിക്കും. അങ്ങനെയാണ്. അപ്പോൾ നമ്മളോട് തന്നെ പറയണം പോയേ പറ്റൂന്ന് വാശി പിടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരണം. ഇങ്ങനെയാണ് പല കാര്യങ്ങളും. കംഫോർട്ട് സോണിൽ ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും പുതിയ കാര്യങ്ങളോ പുതിയ കഴിവുകളോ നമുക്ക് കിട്ടില്ല. പുതിയ കഴിവുകളോ പുതിയ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ നിന്നൊക്കെ പുറത്തു വരണം. പുറത്തു വരിക മീൻസ് നമ്മളൊരു പൊട്ടക്കിണറ്റിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ പൊട്ടക്കിണറ്റിനുള്ളിലുള്ളത് മാത്രമേ നമ്മളെ ലോകമായിട്ട് നമ്മൾ കാണുകയുള്ളൂ. അപ്പോൾ പുറത്ത് കാണണമെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ്. പുറത്തു വരിക, നിങ്ങളുടെ കഴിവ് തെളിയിക്കുക. അപ്പോൾ ചെറിയ ജീവിതമാണ്